ഗുഡ് ഈവനിങ്. +1 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗം ഐ വിൽ ഫ്ലൈ, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രസംഗമാണ്. ഇതിന്റെ ഒരു സമ്മറി മലയാളത്തിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പാഠഭാഗത്തിന്റെയും സമ്മറി അറിയുന്നത് നന്നായിരിക്കും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചാണ് ഈ പാഠഭാഗം ഈ രൂപത്തിൽ ചെയ്യുന്നത്. ആവശ്യമുള്ളവർ മാത്രം ഈ വീഡിയോയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, അല്ലാത്തവർ വീഡിയോ ഒഴിവാക്കുക. നമുക്ക് ആരംഭിക്കാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ലോകത്തിലെ ഇന്ന് ഉണ്ടായിരിക്കുന്ന എല്ലാ വിജയങ്ങൾക്കും കാരണം മുമ്പ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന പല യുവാക്കളുടെയും സംഭാവനകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്നു. എന്നിട്ട് പിന്നീട് പറയുന്നു, ഇന്നത്തെ യുവാക്കൾക്ക് ഒന്നുകൊണ്ടും വേവലാതിപ്പെടേണ്ടതില്ല. കാരണം അവർ ജ്വലിക്കുന്ന മനസ്സുകൾക്കുടമയാണ്. ആ ജ്വലിക്കുന്ന മനസ്സുള്ള യുവാക്കൾക്ക്, എന്തും ചെയ്യാൻ തയ്യാറായ യുവാക്കൾക്ക് ഇന്നത്തെ ലോകത്തിൽ ഒന്നും ഭയപ്പെടാനില്ല. അവർക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം എന്നാണ് അദ്ദേഹം പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹം ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഗ്രാമത്തിൽ ശാസ്ത്രയാൻ എന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. ആ ശാസ്ത്രയാൻ പരിപാടി എന്താണെന്ന് ആദ്യം വിശദീകരിക്കുകയാണ്. ശാസ്ത്രയാൻ എന്നാൽ ശാസ്ത്രത്തിന്റെ പ്രചരണം എന്നാണ് ആ വാക്കിന്റെ, ശാസ്ത്രയാൻ എന്ന വാക്കിന്റെ മലയാളത്തിലുള്ള അർത്ഥം. പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വില്ലേജിലെ കുറെ അധികം ആൾക്കാരെ, യുവാക്കളെ സെലക്ട് ചെയ്ത് അവരെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതുവഴി ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളെയും എംപവർ ചെയ്യാം, ശാക്തീകരണം നടത്താം എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് ശാസ്ത്രയാൻ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ പോയ കാര്യം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ ശാസ്ത്രയാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അബ്ദുൽ കലാം പറയുകയാണ്, ശാസ്ത്രയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചു. ആ ഓഡിയൻസ്, ഞാൻ സംസാരിച്ച ആ ഓഡിയൻസ് എന്താണ്, ധാരാളം സ്റ്റുഡൻസ്, ഏതാണ്ട് 5000 സ്റ്റുഡൻസ് ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ്, 5000 സ്റ്റുഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സും അടങ്ങുന്ന വലിയൊരു സദസ്സാണ്. എന്റെ വിഷയം എന്താണ്, സയൻസ് എംപവേഴ്സ് ദ നേഷൻ എന്നുള്ളതാണ്. ശാസ്ത്രം രാജ്യത്തെ ശാക്തീകരിക്കുന്നു എന്നതായിരുന്നു എന്റെ വിഷയം. അദ്ദേഹം തുടരുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ അഡ്രസ് എന്ന് പറഞ്ഞ പ്രസംഗം, ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വെർ റേസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാണ്. അതായത് എന്റെ പ്രസംഗത്തിന് ശേഷം 100 കണക്കിന് കൈകൾ പൊങ്ങി, അതായത് സംശയം ചോദിക്കാൻ വേണ്ടി ധാരാളം ആളുകൾ കൈപൊക്കി. അദ്ദേഹത്തിന് സമയക്കുറവ് കാരണം കുറച്ച് ചോദ്യങ്ങൾ മാത്രം, കുറച്ച് പേരെ മാത്രം അദ്ദേഹം സെലക്ട് ചെയ്തു. റാൻഡമായിട്ട്, പ്രത്യേക ഓർഡർ ഒന്നും ഇല്ലാതെ പുറകിൽ നിന്ന് മുന്നിലോട്ട് കുറഞ്ഞ ഏതാണ്ട് 12 സ്റ്റുഡൻസിനെ ക്ഷണിച്ചു, അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തു. അതില് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ ഒന്ന് ഇതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയാണ്, ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. അദ്ദേഹം എടുത്തുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ടീനേജറാണ് ചോദിച്ചത്. ആ ടീനേജർ ചോദിച്ച ചോദ്യം പറയാണ് അദ്ദേഹം. ആ ടീനേജറെ കുറിച്ച് ആദ്യം പറയാണ്, അവൻ ഒരു ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ആ ചോദ്യം ചോദിച്ച പയ്യൻ എന്തായിരുന്നു, ഇന്ത്യയിലെ ഒരു യഥാർത്ഥ ഗ്രാമീണ യുവാവിന്റെ എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി, ഒരു പ്രതിനിധിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
എന്നിട്ട് ആ കുട്ടി ചോദിച്ച ചോദ്യം അദ്ദേഹം പറയാണ്, എന്താണ്? സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്, ഐ എം നെർവസ്, ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാണ്. സാർ, എനിക്ക് എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു ചോദ്യവും എനിക്ക് അധ്യാപകരോട് ചോദിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചോദിക്കാൻ പറ്റാതിരിക്കാൻ കാരണം എനിക്ക് ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കാൻ എഴുന്നേക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നെയും മറ്റുള്ളവരെയും ഞാൻ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ ഡ്രസ്സൊക്കെ എലഗന്റ് ആണ്, വളരെ ഭംഗിയുള്ള ഡ്രസ്സാണ്, എനിക്കാണെങ്കിൽ അത്ര ഭംഗിയുള്ള ഡ്രസ്സൊന്നുമില്ല. അങ്ങനെ പല കോംപ്ലക്സും കാരണം എനിക്ക് ഒരു ചോദ്യവും അധ്യാപകരോട് ചോദിക്കാൻ പറ്റിയില്ല. ഇന്ന് എനിക്ക് അറിയേണ്ടത്, അദ്ദേഹം അബ്ദുൽ കലാമിനോട് പറഞ്ഞ കാര്യം പറയാണ്, ഇന്ന് എനിക്കറിയേണ്ടത്, എനിക്ക് ധാരാളം ആഗ്രഹങ്ങളുണ്ട്. എനിക്കൊരു ഷിപ്പിന്റെ ബിൽഡർ ആകണം, ഒരു ഷിപ്പ് ഉണ്ടാക്കുന്നയാളാകണം, മറൈൻ എഞ്ചിനീയർ ആകണം, ഷിപ്പ് സഞ്ചരിക്കണം, പിന്നെ എന്താണ്, ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം ആ കുട്ടി അദ്ദേഹത്തോട് പറയാണ്. പിന്നെ ബിൽഡ് ആൻ എഞ്ചിൻ ഓഫ് ദ ഷിപ്പ്, പിന്നെന്താണ്, ട്രാവൽ ഇൻ എ ഷിപ്പ്, ഐ വോണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ഇതൊക്കെ എനിക്കാകണം, ഇതൊക്കെ എനിക്കാകാൻ പറ്റുമോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ കുട്ടി ഈ ചോദ്യം ചോദിച്ച ഉടനെ അബ്ദുൽ കലാം പറയാണ്, ഈ കുട്ടി ഈ ചോദ്യം ചോദിച്ച ഉടനെ എല്ലാവരും, സദസ്സിലുള്ള എല്ലാ ആളുകളും എന്നെ നോക്കി എന്ന് പറയാണ്. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ഈ എല്ലാവർക്കും ഇത്തരത്തിലുള്ള സംശയമുണ്ട് എന്നതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്നെ നോക്കി, മില്യൺസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇയാൾ മറുപടി പറയാണ്. ഇയാൾ മറുപടി പറഞ്ഞ കാര്യം ഇപ്പൊ പറയാണ്, ഐ തോട്ട് ഓഫ് ഇറ്റ്. അപ്പം ഇദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഡിയർ ബോയ്, എന്താണ് കുട്ടി, നീ ചോദിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ധാരാളം ആളുകൾക്ക് ഈ തരത്തിലുള്ള ധാരാളം ആളുകളിൽ നിന്ന് എനിക്ക് ധാരാളം ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്. നിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇത്, ധാരാളം ആളുകളുടെ ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയാണ്. ഇദ്ദേഹത്തിന്റെ മറുപടിക്കായി ആ സദസ്സ് മുഴുവൻ കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. ആദ്യം അദ്ദേഹം മറുപടി തുടങ്ങിയത് ഇങ്ങനെയാണ്, ഞാനൊരു പദ്യം, ഒരു ചെറിയ പഴയ ഒരു ഗാനം, ഒരു പോയം, ഒരു പദ്യം ഞാൻ ആലപിക്കാം, പാടാം, റിസൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാള് പിന്നെ ഒരു പദ്യം പറയാണ്. എന്താണ്? ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ ആം ബോൺ വിത്ത് ഗുഡ്നസ് ആൻഡ് ട്രസ്റ്റ്, ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നസ്, ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്, ഐ ആം ബോൺ വിത്ത് വിങ്സ്, സോ ഐ ആം നോട്ട് മെന്റ് ടു ബി ക്രോളിംഗ്, ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഇതാണ് ഇതിന്റെ ടൈറ്റിലുമായിട്ടുള്ള, ഐ വിൽ ഫ്ലൈ എന്നുള്ള ടൈറ്റിലിന്റെ തന്നെ പ്രസക്തി ഇതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു പോയം കൊണ്ടാണ് തുടങ്ങിയത്. എന്താണ്? ഓരോ ആളുകളും, ഇതിന്റെ ഒരു സമ്മറി ഇതാണ്, ഐ ആം ബോൺ വിത്ത് എല്ലാ കഴിവുകളുമായാണ് ഞാൻ ജനിക്കുന്നത്. എന്നില് നന്മയുണ്ട്, എന്നില് ആശയങ്ങളുണ്ട്, ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട്, എന്നില് മഹത്വമുണ്ട്, എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ ഇഴയേണ്ടവനല്ല, ഞാൻ പറക്കേണ്ടവനാണ്, എനിക്ക് എത്ര ഉയരത്തിലും പറക്കാൻ പറ്റും എന്നൊക്കെയാണ് ആ പോയത്തിന്റെ ഒരു മീനിങ്. അപ്പോൾ അബ്ദുൽ കലാം ഈ പോയം ആലപിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഓരോ വ്യക്തികളിലും കഴിവുകളുണ്ട്, ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവൻ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ആ കഴിവുകൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി ഉയരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഓരോ വ്യക്തിയും ശ്രമിക്കണം എന്നുള്ള സൂചനയാണ് ആ പദ്യത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം ആ പദ്യം ആലപിച്ചതിന് ശേഷം പറയാണ്, യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നിങ്ങൾ യുണീക്ക് ആകുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാഠത്തിൽ. എങ്ങനെയാണ് യുണീക്ക് ആകുക? യുണീക്ക് എന്ന് പറഞ്ഞാൽ, കറക്റ്റ് മലയാളം പറഞ്ഞാൽ വ്യതിരിക്തനാകുക എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്നും അനുകരണമില്ലാതെ സ്വന്തമായ രീതിയിൽ വ്യത്യസ്തനായി വിജയങ്ങളിലേക്ക് കുതിക്കുക എന്നുള്ളതാണ് അദ്ദേഹം യുണീക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഓരോ വ്യക്തികളും എത്രത്തോളം യുണീക്ക് ആകാൻ വേണ്ടി ശ്രമിക്കണം, അതിലൂടെ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വളരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ നിങ്ങളെ മറ്റുള്ളവരാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സ്വന്തം ഇഷ്ടത്തിനും കഴിവുകളും വികസിപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവരെ അനുകരിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും തന്റെ കഴിവുകൾ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ സ്വയം കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് നിങ്ങളുടേതായ മേഖലകളിലൂടെ നീങ്ങുകയാണെങ്കിൽ വ്യതിരിക്തനായി
നല്ല ശ്രമത്തോടുകൂടെ ഹാർഡ് വർക്കോടുകൂടെ നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താൻ പറ്റും എന്ന് അദ്ദേഹം അവിടെ ആ ശാസ്ത്രയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സമയത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അദ്ദേഹം എന്ത് ചെയ്യാണ്, നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ പാഠത്തിൽ. യു ഹാവ് എന്താണ് പിന്നെ അവസാനം പറയാണ്, ദ ചാലഞ്ച് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പ്രസംഗം. ദ ചാലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ വിച്ച് എനി ഹ്യൂമൻ ബീങ് ക്യാൻ നെവർ ഇമാജിൻ. നേരത്തെ ഉള്ളതിനേക്കാൾ മത്സരത്തിന്റെ ലോകമാണിപ്പോൾ. ഇന്നും ആരും സങ്കല്പിച്ചതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഏറ്റവും കഠിനമായ ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നല്ല ഒരു യുദ്ധമുഖത്താണ്, പോർമുഖത്താണ്. അപ്പൊ അവിടെ നിങ്ങൾ നല്ല ശ്രമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതേപോലെ എങ്ങനെയായിരിക്കണം ആ വിജയം? നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അൺടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിനൈഡ് പ്ലേസ്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, നിങ്ങളുടെ കഴിവ് എവിടെയാണോ, ഏത് മേഖലയിലാണോ, ആ മേഖലയിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക. എങ്കിൽ യു ക്യാൻ ബി ദാറ്റ് ഈസ് എ യുണീക്ക് യു. നിങ്ങൾ വ്യത്യസ്തനായ കഴിവുള്ള ഒരു ആളായിട്ട്, ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോ ഈ പാഠത്തില് ഇത്രയാണ് ഇതിന്റെ സമ്മറി. അബ്ദുൽ കലാം എങ്ങനെയാണ് ഒരാൾക്ക് വിജയിക്കാൻ പറ്റുക, സക്സസ്ഫുൾ ആകുക, യുണീക്ക് ആകുക എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന്റെ സമ്മറി മനസ്സിലാക്കിയ സ്ഥിതിക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പ്രാവശ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ തന്നെയാണ് മിക്കവാറും പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു സൂചന, ഉറപ്പില്ല. ഏതായാലും പിന്നെ ഇതുവരെ കണ്ടുവന്ന പാറ്റേണിൽ നിന്നും അല്പം വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. പിന്നെ അതായത് മിക്കവാറും ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കാണുന്നത്. അതിനാൽ നിങ്ങൾ ഈ മലയാളം മനസ്സിലാക്കി വെച്ചത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രയോജനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ സമ്മറി ഇംഗ്ലീഷിൽ കുറച്ച് സെന്റൻസ് എങ്കിലും ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റൂ. ഇതിൽ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ ബാക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10 സ്റ്റുഡൻസ് ബിഫോർ ദർ പബ്ലിക് എക്സാമിനേഷൻ. ഏതാണ്ട് അതേ രൂപത്തിലുള്ള ഒരു ചോദ്യം ഒരിക്കൽ പബ്ലിക് എക്സാമിന്, ആനുവൽ എക്സാമിന് ചോദിച്ചായിട്ടാണ് എന്റെ ഓർമ്മ. ഓൺ ദ ബേസിസ് ഓഫ് കലാംസ് മെസ്സേജ് പ്രിപ്പയർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദ എക്സാമിനേഷൻ. ഒരു മോട്ടിവേഷൻ സ്പീച്ച്, നിങ്ങൾക്ക് ധാരാളം മോട്ടിവേഷൻ സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നെറ്റിൽ തപ്പുകയാണെങ്കിൽ, ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ സ്പീച്ചിന്റെ ടിപ്സ് കിട്ടും. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വെച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ അറിയാലോ. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി നമ്മൾ ടുഡേ ഐ ആം ബിഫോർ യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ഓൺ ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് പറഞ്ഞു. ആ രൂപത്തിൽ അത് നിങ്ങൾ വേറൊരു വീഡിയോയിലൂടെ വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഏതായാലും എന്നിട്ട് നിങ്ങൾ അബ്ദുൽ കലാമിന്റെ പ്രസംഗത്തിലേക്ക് വരണം. യു മൈറ്റ് ഹാവ് ലിസൺഡ് ടു ദ സ്പീച്ച് ഓഫ് ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലെങ്കിൽ യു ഹാവ് റെഡ്, ഐ ഹോപ്പ് യു ഹാവ് റെഡ് ദ സ്പീച്ച് ഓഫ് ഡോക്ടർ അബ്ദുൽ കലാം. അല്ലെങ്കിൽ പറയാണ്, ഓരോരോ കോണ്ടക്സ്റ്റ് ചോദ്യം അനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ പറയുന്നു, ഡിയർ ഫ്രണ്ട്സ്, I happened to read a speech of Dr. Abdul Kalam, the script of a speech by Dr. Abdul Kalam. In that speech, he was addressing a group of students in a village, and there a boy asked a question to him. As an answer to his question, he said so and so. ഇങ്ങനെ അദ്ദേഹം ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയാം. അപ്പോൾ ഇതൊക്കെ പറയണമെങ്കിൽ സമ്മറി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സമ്മറി ഒരു ബ്രീഫായിട്ടെങ്കിലും നിങ്ങൾ ഈ ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു 4 സെന്റൻസ് എങ്കിലും മിനിമം ബൈ ഹാർട്ട് പഠിക്കുക. എന്നിട്ട് ഈ പരീക്ഷയ്ക്ക് നന്നായിട്ട് ഉത്തരം എഴുതുക. ബാക്കിയുള്ള പാഠങ്ങളും സമയ ലഭ്യതയ്ക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. ആവശ്യമുള്ളവർ മാത്രം കാണുക. വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.